എല്ലാവർക്കും നമസ്കാരം. സമ്പദ്ശാസ്ത്ര ചിന്തകൾ എന്ന പാഠഭാഗമാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്? പാശ്ചാത്യ സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാരായിട്ടുള്ള ആഡം സ്മിത്ത്, കാൾ മാർക്സ്, പോൾ എ സാമുവൽസൺ, ലയണൽ റോബിൻസ്, ആൽഫ്രഡ് മാർഷൽ ഇവരുടെ 6 പേരുടെയും സാമ്പത്തിക ആശയങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ ഇന്ത്യയുടെ സംഭാവന, സാമ്പത്തിക ശാസ്ത്ര രംഗത്തേക്കുള്ള ഇന്ത്യയുടെ സംഭാവനയെക്കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ മെയിനായിട്ടും ചാണക്യൻ, അദ്ദേഹത്തിൻ്റെ ആശയം, അതുപോലെ തന്നെ ദാദാഭായ് നവറോജിയുടെ ചോർച്ച സിദ്ധാന്തം, ഇത്രയും കാര്യങ്ങളായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഈ പാഠഭാഗത്തിൻ്റെ ഏറ്റവും അവസാനത്തെ പാർട്ടാണ്. ഇന്ത്യയുടെ സംഭാവനകളെക്കുറിച്ച് തന്നെയാണ്. അതായത് ഗാന്ധിജി, അമർത്യ സെൻ, ഈ 2 പേര് ഏതെല്ലാം രീതിയിലാണ് സാമ്പത്തിക ശാസ്ത്ര രംഗത്തേക്ക് സംഭാവനകൾ നൽകിയിട്ടുള്ളത്, അല്ലെങ്കിൽ അവരുടെ ആശയങ്ങൾ എന്തൊക്കെയാണ്, നമുക്ക് നോക്കാം. ഏറ്റവും ആദ്യം നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് നമ്മുടെ രാഷ്ട്രപിതാവായിട്ടുള്ള മഹാത്മാഗാന്ധി എങ്ങനെയാണ് സാമ്പത്തിക ശാസ്ത്ര രംഗത്തേക്ക് സംഭാവന നൽകിയിട്ടുള്ളത്, അല്ലെങ്കിൽ എന്താണ് അദ്ദേഹത്തിൻ്റെ ആശയം, ഇതിനെക്കുറിച്ചാണ് ഏറ്റവും ആദ്യം നമ്മൾ ചർച്ച ചെയ്യാനായി പോകുന്നത്. ദാദാഭായ് നവറോജിക്ക് ശേഷം ഇന്ത്യയുടെ സാമ്പത്തിക ശാസ്ത്രത്തിന് തനതായ സംഭാവനകൾ നൽകിയത് നമ്മുടെ രാഷ്ട്രപിതാവായ ഗാന്ധിജിയായിരുന്നു. ഗാന്ധിജിയുടെ ആദ്യ പുസ്തകമായ ഹിന്ദ് സ്വരാജിലായിരുന്നു അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക ശാസ്ത്ര ആശയങ്ങളുടെ തുടക്കം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൻ്റെ അവസാനമായിട്ട് നമ്മൾ ദാദാഭായ് നവറോജിയുടെ ആ ഒരു സംഭാവനയെക്കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? ചോർച്ച സിദ്ധാന്തം എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ആ ഒരു കൺസെപ്റ്റിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ സംഭാവനയ്ക്ക് ശേഷം, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൺസെപ്റ്റിന് ശേഷം ഇന്ത്യയുടെ സാമ്പത്തിക ശാസ്ത്രത്തിന് സംഭാവന നൽകിയ ആളാണ് നമ്മുടെ രാഷ്ട്രപിതാവായിട്ടുള്ള മഹാത്മാഗാന്ധി. അദ്ദേഹത്തിൻ്റെ ആദ്യ പുസ്തകമായിരുന്നു ഹിന്ദ് സ്വരാജ്. ആ ഹിന്ദ് സ്വരാജ് എന്ന പുസ്തകത്തിലൂടെയാണ് അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക ശാസ്ത്രാശയങ്ങളുടെ തുടക്കം. ആ പുസ്തകത്തിലൂടെയാണ് അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾക്ക് രൂപം നൽകുന്നത്. അതിൽ പ്രധാനമായി അദ്ദേഹം കൊണ്ടുവന്ന, അല്ലെങ്കിൽ സാമ്പത്തിക മേഖലയിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്ന അദ്ദേഹത്തിൻ്റെ ഒരു കൺസെപ്റ്റായിരുന്നു ട്രസ്റ്റിഷിപ്പ്. അപ്പോൾ എന്താണ് ട്രസ്റ്റിഷിപ്പ് എന്ന് നമുക്ക് നോക്കാം. സത്യത്തിലും അഹിംസയിലും അധിഷ്ഠിതമായ ഒരു സമ്പദ് വ്യവസ്ഥ, ഇതായിരുന്നു ട്രസ്റ്റിഷിപ്പ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സത്യത്തിലും അഹിംസയിലും അധിഷ്ഠിതമായ ഒരു സമ്പദ് വ്യവസ്ഥ. നമുക്കറിയാം, ഗാന്ധിജിയുടെ ഏറ്റവും വലിയൊരു, അദ്ദേഹം മുറുകെ പിടിച്ച അദ്ദേഹത്തിൻ്റെ ഒരു മൂല്യമായിരുന്നു അഹിംസ. അപ്പോൾ സത്യം, അഹിംസ, ഇത് രണ്ടുമുള്ള ഒരു സമ്പദ് വ്യവസ്ഥയാണ് ട്രസ്റ്റിഷിപ്പ് എന്ന ആശയം കൊണ്ട് അദ്ദേഹം ഉദ്ദേശിച്ചത്. ഇനി നമുക്കതിനെക്കുറിച്ച് കൂടുതലായി ചർച്ച ചെയ്യാം. അതായത് എന്തൊക്കെയാണ് ട്രസ്റ്റിഷിപ്പിൻ്റെ ഉള്ളടക്കം, അല്ലെങ്കിൽ ട്രസ്റ്റിഷിപ്പ് എന്നുകൊണ്ട് നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത്. ഒന്നാമത്തേത്, മുതലാളി തനിക്ക് മാത്രമായുള്ള ഉടമസ്ഥാവകാശം പരിത്യജിക്കുകയും സമ്പത്ത് കൈവശം വെച്ചുകൊണ്ടിരിക്കുന്നത് ജനങ്ങളുടെ ഒരു ട്രസ്റ്റി എന്ന നിലയിലാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യേണ്ടതാണ്. അതായത് ഒരു രാജ്യത്ത്, അല്ലെങ്കിൽ ഒരു പ്രദേശത്ത്, അല്ലെങ്കിൽ ഒരു പ്രത്യേക ദേശത്ത് ഒരു മുതലാളി, അതായത് എല്ലാ സമ്പത്തിൻ്റെയും ഉടമസ്ഥാവകാശമുള്ള ഒരു മുതലാളി അദ്ദേഹത്തിൻ്റെ ഉടമസ്ഥാവകാശം വേണ്ട എന്ന് വെച്ചുകൊണ്ട്, അദ്ദേഹത്തിൻ്റെ ഉടമസ്ഥാവകാശം പൂർണ്ണമായും എടുത്തു മാറ്റിക്കൊണ്ട് അവിടുത്തെ പൊതുജനങ്ങളുടെ ഒരു ട്രസ്റ്റി എന്ന നിലയിൽ പ്രവർത്തിക്കണമെന്നാണ് ട്രസ്റ്റിഷിപ്പിൽ ഏറ്റവും ആദ്യം പറയുന്നത്. അതായത് ആ ഒരു പ്രദേശത്തെ മുഴുവൻ സമ്പത്തിൻ്റെയും ഉടമസ്ഥാവകാശമുള്ള മുതലാളി അദ്ദേഹത്തിൻ്റെ ആ അവകാശം വേണ്ട എന്ന് വെച്ചുകൊണ്ട് അവിടുത്തെ പൊതുജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി, അല്ലെങ്കിൽ പൊതുജനങ്ങളുടെ ട്രസ്റ്റി എന്ന നിലയിൽ പ്രവർത്തിക്കണമെന്നാണ് ട്രസ്റ്റിഷിപ്പിൽ പറയുന്നത്. രണ്ടാമത്തേത്, ഒരു ട്രസ്റ്റിക്ക് പൊതുജനങ്ങളല്ലാതെ വേറെ അനന്തരാവകാശികളില്ല. അതായത് ഈ സമ്പത്ത് ഉടമസ്ഥാവകാശം അദ്ദേഹം ഒഴിയുന്നതോടുകൂടി പൊതുജനങ്ങളുടെ ഒരു ട്രസ്റ്റി മാത്രമാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ അവകാശമല്ല, ജനങ്ങൾക്കല്ലാതെ വേറെ ഒരു അനന്തരാവകാശി, അല്ലെങ്കിൽ ജനങ്ങളല്ലാണ്ട് വേറൊരു അവകാശികൾ ആ സ്വത്തിൻ്റെ പേരിൽ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല.
അതാണ് പറയുന്നത്, ട്രസ്റ്റിക്ക് പൊതുജനങ്ങളല്ലാതെ മറ്റ് അനന്തരാവകാശികളൊന്നും ഉണ്ടാവാൻ പാടുകയില്ല. മൂന്നാമത്തേത്, ഉൽപാദനത്തിൻ്റെ സ്വഭാവം നിശ്ചയിക്കുന്നത് വ്യക്തികളുടെ ഹിതമോ അത്യാഗ്രഹമോ അനുസരിച്ചല്ല, സമൂഹത്തിൻ്റെ ആവശ്യങ്ങൾക്കനുസരിച്ചാണ്. അതായത് നമുക്കറിയാം, നമ്മൾ ഇത്രയും കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെയായി നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, നമുക്ക് ഉൽപാദനത്തിന് ലഭ്യമായിട്ടുള്ള വിഭവങ്ങൾ വളരെ കുറവാണ്. പക്ഷെ നമ്മുടെ ആവശ്യങ്ങൾ എന്താണ്? ഒരുപാടാണ്. നമുക്ക് ഒത്തിരി ആവശ്യങ്ങളുണ്ട്. ആ ആവശ്യങ്ങൾ മുഴുവൻ നമുക്ക് ഫുൾഫിൽ ചെയ്യാനുള്ള ഒരു വിഭവങ്ങൾ നമുക്കില്ല നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ പറയുന്നത് ഉൽപാദനം, നമുക്ക് ആവശ്യമായ സാധനങ്ങളുടെ ഉൽപാദനം ഉൽപ്പാദിപ്പിക്കുന്ന രീതി, അല്ലെങ്കിൽ ആ ഉൽപാദനത്തിൻ്റെ രീതി എന്ന് പറയുന്നത് എപ്പോഴും സമൂഹത്തിൻ്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് വേണം തീരുമാനിക്കേണ്ടത്. അല്ലാതെ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ആഗ്രഹത്തിനോ അത്യാഗ്രഹത്തിനോ അനുസരിച്ചല്ല നമ്മൾ ഉൽപാദനം നടത്തേണ്ടത്, അല്ലെങ്കിൽ അവരുടെ ഇഷ്ടമുള്ള രീതിയിലല്ല ഉൽപാദനം നടത്തേണ്ടത്. ഏറ്റവും അവസാനമായിട്ട് പറയുന്നത്, മാന്യമായി ജീവിക്കാൻ ഉതകുന്ന കുറഞ്ഞ വേതനം നിശ്ചയിക്കാൻ നിർദ്ദേശിച്ചിട്ടുള്ളതുപോലെ സമൂഹത്തിലെ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് അനുവദിക്കാവുന്ന കൂടിയ വേതനത്തിലും പരിധി കൽപ്പിക്കേണ്ടതുണ്ട്. അതായത് ഇപ്പോൾ ചെറിയ നിലയിലുള്ളവർ, ഉയർന്ന നിലയിലുള്ളവർ, ചെറിയവർ, വലിയവർ, ആ ഒരു ഡിഫറൻസ് ഉണ്ടാകുന്ന സമയത്ത് ചെറിയ കിടയിൽപ്പെട്ടവർ, അല്ലെങ്കിൽ താഴ്ന്ന നിലയിൽപ്പെട്ട ആളുകൾക്ക് ജസ്റ്റ് ജീവിക്കാനുള്ള കുറഞ്ഞ വേതനം തീരുമാനിക്കുന്നുണ്ട്. അതിനൊരു പരിധി ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഏറ്റവും കൂടിയ വേതനത്തിനും ഒരു പരിധി വേണം. ഒരു പരിധിക്ക് അപ്പുറമായി ഒരിക്കലും വേതനം ഒരാൾക്കും കൊടുക്കരുത്. അത് കൂടിയ വേതനത്തിനും കൂടി പരിധി, കുറഞ്ഞ വേതനത്തിന് പരിധി കൊടുക്കുന്നത് പോലെ കൂടിയ വേതനത്തിനും പരിധി കൊടുക്കണമെന്നാണ് ട്രസ്റ്റിഷിപ്പിലൂടെ ഉദ്ദേശിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ട്രസ്റ്റിഷിപ്പിൻ്റെ ഉള്ളടക്കമായിട്ട് പറയുന്നത്. ഇനി അടുത്തതായിട്ട് ഗാന്ധിജിയുടെ സാമ്പത്തിക ശാസ്ത്ര ചിന്തകൾ, അദ്ദേഹത്തിൻ്റെ ചിന്തകൾ, ഏത് രീതിയിലുള്ള ആശയങ്ങളായിരുന്നു അദ്ദേഹം കൊണ്ടുവന്നത്, അതാണ് അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഒന്നാമത്തേതാണ് കാർഷിക ഗ്രാമീണ വ്യവസ്ഥയ്ക്ക് പ്രാധാന്യം. നമുക്കറിയാം, ഏറ്റവും കൂടുതൽ ആളുകൾ ഇപ്പോഴും ആശ്രയിക്കുന്നത് കാർഷിക മേഖലയെയാണ്. ജീവിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവരുടെ ഉപജീവന മാർഗം എന്ന രീതിയിൽ എപ്പോഴും കാർഷിക മേഖലയെ ആശ്രയിച്ച് കഴിയുന്നവരാണ് ഗ്രാമീണരേറെ ആൾക്കാർ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗാന്ധിജി ഒന്നാമതായി പറഞ്ഞത് കാർഷിക മേഖലയ്ക്കും ഗ്രാമീണ മേഖലയ്ക്കും, അല്ലെങ്കിൽ കാർഷിക ഗ്രാമീണ വ്യവസ്ഥയ്ക്ക് പ്രാധാന്യം നൽകണം എന്നാണ് ഗാന്ധിജി ഒന്നാമതായി പറഞ്ഞത്. രണ്ടാമത്തേത്, കുടിൽ ചെറുകിട വ്യവസായങ്ങൾക്ക് പരിഗണന. ഗ്രാമത്തിലുള്ള കുറേ ആളുകളുണ്ട് കുടിൽ വ്യവസായങ്ങളും ചെറിയ ചെറിയ വ്യവസായങ്ങളൊക്കെ നടത്തുന്നത്. അപ്പോൾ അവർക്ക് കൂടുതൽ പ്രാധാന്യം നൽകണം, അല്ലെങ്കിൽ അവർക്ക് കൂടുതൽ പരിഗണന നൽകണം എന്നാണ് ഗാന്ധിജി രണ്ടാമത്തേതായി പറയുന്നത്. മൂന്നാമത്തേത്, സമത്വത്തിൽ അടിയുറച്ച സമ്പദ് വ്യവസ്ഥയുടെ രൂപീകരണം. സമത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരെയും തുല്യരായി കണക്കാക്കുക. അതായത് ഒരു സമ്പദ് വ്യവസ്ഥയിൽ, അല്ലെങ്കിൽ ഒരു സമൂഹത്തിൽ ചെറിയവരെന്നോ വലിയവരെന്നോ എന്നുള്ള വ്യത്യാസമില്ലാണ്ട് രണ്ടു കൂട്ടർക്കും ഒരേ പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ഒരു സമ്പദ് വ്യവസ്ഥ, അതാണ് സമത്വത്തിൽ അടിയുറച്ച സമ്പദ് വ്യവസ്ഥ എന്നതുകൊണ്ട് ഗാന്ധിജി ഉദ്ദേശിക്കുന്നത്. ഏറ്റവും അവസാനമായി അദ്ദേഹം പറയുന്നത് സ്വയം പര്യാപ്തവും സ്വാശ്രയവുമായ പ്രാദേശിക സമ്പദ് വ്യവസ്ഥ. ഈ സ്വയം പര്യാപ്തം, സ്വാശ്രയത്വം, ഇത് രണ്ടും ഒരേ അർത്ഥം തന്നെയാണ്. അതായത് ഒരു പ്രദേശത്ത്, ആ പ്രദേശത്തിലെ ആളുകൾക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും അവിടെ തന്നെ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുകയാണെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും ആ പ്രദേശം സ്വയം പര്യാപ്തമാണ് എന്ന്. അതായത് നമുക്ക് വേണ്ട, ഒരു പ്രദേശത്തിലെ ആളുകൾക്ക് വേണ്ട എല്ലാ സാധനങ്ങളും അവിടെ തന്നെ ഉൽപ്പാദിപ്പിക്കാൻ പറ്റുക, അതിനെയാണ് നമ്മൾ സ്വയം പര്യാപ്തത എന്ന് പറയുന്നത്. അപ്പോൾ ഗാന്ധിജിയുടെ ഒരു ആശയം, ഏറ്റവും വലിയൊരു ആശയമായിരുന്നു സ്വയം പര്യാപ്തവും സ്വാശ്രയവുമായ പ്രാദേശിക സമ്പദ് വ്യവസ്ഥ. അതായത് ഒരു ദേശത്തിന് ആവശ്യമായ എല്ലാ സാധനങ്ങളും അവിടെ തന്നെ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുക. ഇത്രയുമാണ് ഗാന്ധിജിയുടെ സാമ്പത്തിക ആശയങ്ങൾ, അല്ലെങ്കിൽ സാമ്പത്തിക ശാസ്ത്ര ആശയങ്ങൾ ഇത്രയുമാണ്. അതായത് മെയിനായിട്ടും ട്രസ്റ്റിഷിപ്പ്, അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ കാർഷിക ഗ്രാമീണ വ്യവസ്ഥയ്ക്കുള്ള പ്രാധാന്യം, കുടിൽ ചെറുകിട വ്യവസായങ്ങൾക്ക് നൽകേണ്ട പരിഗണന, സമത്വം ഉള്ള, അല്ലെങ്കിൽ സമത്വത്തിൽ അടിയുറച്ച സമ്പദ് വ്യവസ്ഥ, സ്വയം പര്യാപ്തവും സ്വാശ്രയവുമായ പ്രാദേശിക സമ്പദ് വ്യവസ്ഥ. ഇത്രയുമായിരുന്നു ഗാന്ധിജിയുടെ സാമ്പത്തിക ശാസ്ത്ര രംഗത്തേക്കുള്ള സംഭാവനയായി കണക്കാക്കുന്നത്. ഇനി അവസാനമായിട്ട് നമ്മൾ ഇതിൽ പഠിക്കാൻ പോകുന്നത് അമർത്യ സെന്നിനെ കുറിച്ചിട്ടാണ്.
ഇന്ത്യയിലെ തന്നെ ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് അമർത്യ സെൻ. അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ എന്തൊക്കെയാണെന്നാണ് അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത്. 1998 നൊബേൽ സമ്മാനം ലഭിച്ച ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് അമർത്യ സെൻ. മനുഷ്യക്ഷേമം, സാമ്പത്തിക അസമത്വം, വികസനം എന്നീ വിഷയങ്ങളെക്കുറിച്ച് അദ്ദേഹം രചിച്ച ഗ്രന്ഥങ്ങൾ ലോക സാമ്പത്തിക ശാസ്ത്ര ചിന്തകൾക്ക് മുതൽക്കൂട്ടായി. ഇപ്പം എന്താണ്, നമ്മളുടെ ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് അമർത്യ സെൻ. 1998 അദ്ദേഹത്തിന് നൊബേൽ സമ്മാനം, സാമ്പത്തിക ശാസ്ത്രജ്ഞനുള്ള നൊബേൽ സമ്മാനം ലഭിക്കുന്നത്. പിന്നെ എന്തൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ, അതായത് ഈ ലോക സാമ്പത്തിക ശാസ്ത്ര രംഗത്തേക്കുള്ള അദ്ദേഹത്തിൻ്റെ സംഭാവനകളായിട്ട് പ്രധാനമായും അദ്ദേഹത്തിൻ്റെ 3 ഗ്രന്ഥങ്ങളുണ്ട്. അതായത് മനുഷ്യക്ഷേമം, മനുഷ്യൻ്റെ ആവശ്യങ്ങൾ അല്ലെങ്കിൽ മനുഷ്യന് നല്ലത്, മനുഷ്യന് ഗുണകരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ളതാണ് മനുഷ്യക്ഷേമം എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ സാമ്പത്തിക അസമത്വം, അതായത് ഈ പറഞ്ഞ പോലെ സമൂഹത്തിലുണ്ടാവുന്ന ചെറിയവൻ വലിയവൻ എന്നുള്ള രീതിയിൽ വരുന്ന ആ ഒരു വേർതിരിവ്. വികസനം, ഈ 3 വിഷയങ്ങൾ, മനുഷ്യക്ഷേമം, സാമ്പത്തിക അസമത്വം, വികസനം, ഈ 3 വിഷയങ്ങളെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങളുണ്ട്. ആ ഗ്രന്ഥങ്ങളാണ് ലോക സാമ്പത്തിക ശാസ്ത്ര രംഗത്തേക്കുള്ള അദ്ദേഹത്തിൻ്റെ സംഭാവനകളായിട്ട് നമ്മൾ കണക്കാക്കുന്നത്. അതുപോലെ ദാരിദ്ര്യരേഖ നിർണ്ണയിക്കുന്നതിലുള്ള പ്രശ്നങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടിയതും അതിനെക്കുറിച്ചുള്ള പഠനങ്ങളൊക്കെ നടത്തിയതും അമർത്യ സെന്നാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ പഠനത്തിൽ കൂടുതൽ പ്രാധാന്യം നൽകിയത് ഈ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ അസമത്വം, ദാരിദ്ര്യം, ക്ഷാമം തുടങ്ങിയവയ്ക്കാണ്. അതായത് അസമത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുല്യത ഇല്ലായ്മ, പിന്നെ ദാരിദ്ര്യം, ഒത്തിരി ദാരിദ്ര്യം അനുഭവിച്ചിട്ടുണ്ടായിരുന്നു നമ്മളുടെ നാട്ടിലുള്ളവർ. അതുപോലെ ക്ഷാമം, സാധനങ്ങളില്ലായ്മ. അപ്പോൾ ഈ കാര്യങ്ങൾക്കൊക്കെയായിരുന്നു അദ്ദേഹം കൂടുതലായിട്ട് അദ്ദേഹത്തിൻ്റെ പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇതിൻ്റെ അവസാന ഭാഗമായിട്ട് നമ്മൾ ഗാന്ധിജി, അമർത്യ സെൻ തുടങ്ങിയ 2 ആളുകളുടെ സാമ്പത്തിക ശാസ്ത്ര രംഗത്തേക്കുള്ള സംഭാവനകളെ കുറിച്ചിട്ടാണ് പഠിച്ചത്. ഗാന്ധിജിയുടെ ഭാഗത്ത് നമ്മൾ ട്രസ്റ്റിഷിപ്പിനെ കുറിച്ച് പഠിച്ചു. അതുപോലെ തന്നെ അദ്ദേഹം വേറെ എന്തൊക്കെ ആശയങ്ങളായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത്. പ്രധാനമായും ഗ്രാമീണ മേഖലയെ മുന്നിലേക്ക് കൊണ്ടുവരാനുള്ള തരത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ ഉണ്ടായിരുന്നത്. രണ്ടാമത്തേതായി നമ്മൾ അമർത്യ സെന്നിനെ കുറിച്ച് പഠിച്ചു. അദ്ദേഹം പ്രധാനമായും മനുഷ്യക്ഷേമം, സാമ്പത്തിക അസമത്വം, വികസനം, ദാരിദ്ര്യം, ക്ഷാമം തുടങ്ങിയ കാര്യങ്ങൾക്കാണ് അദ്ദേഹത്തിൻ്റെ പഠനങ്ങളിൽ കൂടുതൽ പ്രാധാന്യം നൽകിയത്. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ സമ്പദ് ശാസ്ത്ര ചിന്തകൾ എന്ന പാഠഭാഗം അവസാനിക്കുകയാണ്. താങ്ക് യു.